Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളേക്ക് നോക്കാൻ പറ്റിയ ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യാം. കൂടാതെ നമുക്ക് നിഫ്റ്റി സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിലോട്ടൊന്ന് പോയിട്ട് നമുക്കൊന്ന് ടെക്നിക്കലായിട്ടൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റിയിലോട്ട് വരാം. നിഫ്റ്റിന്ന് ഒരു 176 പോയിൻറ്റിൻ്റെ ഒരു ഫോളോ ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഒരു നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞ റേഞ്ചിലോട്ട് ഇതുവരെ നിഫ്റ്റി പോയിട്ട് നമ്മൾ പറഞ്ഞു ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ ആണ് അടുത്തൊരു റെസിസ്റ്റൻസ് എന്നുള്ളത്. പക്ഷേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞ ഒക്ടോബർ 23 കഴിഞ്ഞ വ്യാഴാഴ്ച വന്ന ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് നിഫ്റ്റി പോകാൻ സാധിച്ചിട്ടില്ല. ഇന്നലെയാണെങ്കിലും അതിൻ്റെ ആ റേഞ്ച് വരെ എത്തി. പക്ഷേ അവിടെ നിന്ന് തന്നെ ഒരു സെല്ലിങ് വന്ന് ക്ലോസ് ചെയ്ത് ഗ്രീനിലാണെങ്കിലും നമ്മൾ പറഞ്ഞ ആ ഒരു തേഴ്സ്ഡേ ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല നിഫ്റ്റിക്ക്. അതുപോലെ തന്നെ ഇന്ന് നോക്കിയാൽ റെഡ് ക്യാൻഡിലാണ്. ഇവിടുന്ന് ഒരു റിവേഴ്സിൽ വരികയാണെങ്കിൽ മിക്കവാറും നിഫ്റ്റി പെട്ടെന്ന് തന്നെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നിഫ്റ്റിയിലോട്ട് ചെറിയൊരു സെല്ലിങ് വന്ന് ഈ റേഞ്ചിനോട് അടുത്തൊക്കെ വന്നിട്ടായിരിക്കും ചിലപ്പോൾ മേലോട്ട് പോകാനുള്ളൊരു സാധ്യത. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതുപോലെ സ്മോൾ ക്യാപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ അത്രയ്ക്കുന്നൊരു വീക്ക്നെസ് സ്മോൾ ക്യാപ്പിൽ കണ്ടില്ല. അതേ റേഞ്ചിനെ ഹോൾഡ് ചെയ്തു. ഒരു റെഡ് ക്യാൻഡിലാണ്, പക്ഷെ എന്നാലും നിഫ്റ്റിയുടെ അത്ര ഒരു ഫോള് വന്നിട്ടില്ല. ഒരു 10-17 പോയിൻ്റ് ഒരു ഫോളാണ്. 17 അല്ലേ? അതെ, 17 പോയിൻറ്റിൻ്റെ ഒരു ഫോള് സ്മോൾ ക്യാപ്പിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നോക്കുകയാണെങ്കിൽ ചില ദിവസങ്ങളിൽ നിഫ്റ്റി പെർഫോം ചെയ്യുമ്പോൾ സ്മോൾ ക്യാപ്പ് പെർഫോം ചെയ്യില്ല. സ്മോൾ ക്യാപ്പ് പെർഫോം ചെയ്യുമ്പോൾ ഇന്ന് നിഫ്റ്റിയോട് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സ്മോൾ ക്യാപ്പിൽ നിന്ന് നല്ല രീതിയിലൊരു ക്ലോസിങ് കിട്ടിയായിരുന്നു. പക്ഷേ എന്താ അറിയില്ല, അത് ഇങ്ങനെ ആയിപ്പോയി മാർക്കറ്റ്. കുഴപ്പമില്ല, നമുക്ക് നാളെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം മാർക്കറ്റ് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നാളെ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ മാർക്കറ്റിനോട് കൂടെ നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ രണ്ട് സ്റ്റോക്കുകൾ നമ്മൾ നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു സ്റ്റോക്കായിരുന്നു SBI ലൈഫ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്. നമ്മളിതിൽ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1933 എബോവ് ആണ്. ഇന്നലെ തന്നെ നമുക്കിതിലേക്ക് ഒരു എൻട്രി ട്രിഗർ ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇന്നലെ നല്ലൊരു വലിയ ക്യാൻഡിൽ നമുക്ക് കിട്ടി. ഇന്നാണെങ്കിലും കുഴപ്പമില്ല, നല്ല രീതിയിലൊരു ക്ലോസിങ് തന്നെയാണ് ഇന്നും കിട്ടിയിരിക്കുന്നത്. നമ്മൾ ടാർഗറ്റ് പറഞ്ഞത് 2056 ആണ്. സ്റ്റോപ്പ് ലോസ് 1877 സ്റ്റോപ്പ് ലോസ് പറഞ്ഞത്. ഓക്കെ, അപ്പം നാളത്തേക്ക് നോക്കാൻ പറ്റിയ ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു സ്റ്റോക്ക് IIFL എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. IIFL ഫിനാൻസ് ലിമിറ്റഡ്. ഇന്നൊരു സ്റ്റോക്കിന് 3% മുകളിലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്കിന് ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഒരു മൂന്ന് തവണ റെസിസ്റ്റൻസ് എടുത്ത റേഞ്ചാണ്. ഇപ്പം 4ാമത്തെ തവണയാണ് ആ റേഞ്ചിലോട്ട് വന്ന് ഇന്ന് ഏകദേശം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു എൻട്രി നമുക്ക് വേണമെങ്കിൽ നോക്കാം. നമ്മളൊരു ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, ഇത് ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനാണ് വീഡിയോസ്. കാരണം നമ്മളൊരു SEBI രജിസ്റ്റർഡ് അനലിസ്റ്റ് ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻട്രി ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫിനാൻഷ്യലായിട്ടുള്ള ആരെങ്കിലും അറിയുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ ചോദിച്ചിട്ട് മാത്രം എൻട്രി എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ എൻട്രി പറയുന്നത് ഒരു പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു പർപ്പസിൽ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ എൻട്രി എടുത്തിട്ട് ലോസ് വന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. നമ്മൾ പ്രോബബിലിറ്റി ആയിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിച്ച് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഉള്ളൂ. ഓക്കെ, നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു റേഞ്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഇത് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ 2024 ജൂലൈ തൊട്ടിട്ട് ഈ ഒരു സ്റ്റോക്ക് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ റേഞ്ച് ഇന്ന് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് ഓൾറെഡി വന്നിട്ടുണ്ടെന്ന്. റിസൾട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ എപ്പോഴും പറയുന്ന സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾ കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം ചില സമയങ്ങളിൽ റിസൾട്ട് നാളെ ഇരിക്കും. നമ്മൾ ഫുള്ള് ടെക്നിക്കൽ നോക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫണ്ടമെൻ്റലൊന്നും ചെക്ക് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് എടുക്കുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് വന്നതാണോ അതല്ല വരാൻ ഇനി ഇത്ര ദിവസം ഉണ്ട്, ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച സമയം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കുറച്ച് ടൈം ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ നമ്മൾ ഇന്ന് എൻട്രി എടുത്ത് നാളെ മറ്റൊന്ന് റിസൾട്ടാണെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ചിലപ്പോൾ നമ്മൾ നല്ല റിസൾട്ട് അല്ലെങ്കിൽ നമ്മൾ എൻട്രി എടുത്ത് പിറ്റേ ദിവസം നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ചിലപ്പോഴൊക്കെ ജമ്പ് ചെയ്തിട്ടാവും ചിലപ്പോൾ താഴത്തോട്ട് പോവുക സ്റ്റോക്ക്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ റിസൾട്ട് വന്ന സ്റ്റോക്കുകളാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ധൈര്യമായിട്ട് എൻട്രി എടുക്കാം. കാരണം റിസൾട്ടിനോടനുബന്ധിച്ചിട്ട് സ്റ്റോക്ക് നല്ല ബ്രേക്ക് ഔട്ട് നിന്ന് മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു നല്ലൊരു പ്രോബബിലിറ്റി ഉള്ള ട്രേഡുകളായിരിക്കും. കാരണം ഞാനിങ്ങനെ പറഞ്ഞു പോകുന്ന കാരണം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ വായിൽ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വരും. കാരണം നമ്മൾ ഈ എഡിറ്റിങ്ങും ഇടയിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള അതൊന്നുമില്ല, ഒറ്റയടിക്കൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് നീട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. ഈ നല്ലൊരു ചാർട്ടാണ് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്.
നമുക്കിതിലേക്ക് ഒരു എൻട്രി ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി എടുക്കാം. ഇപ്പോൾ 541.65 ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ റേഞ്ചിൽ നിന്ന് തന്നെ 541, യെസ്. അപ്പോൾ ഈ റേഞ്ചിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി എടുക്കാം. അത് ഈ താഴെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഞാൻ സ്റ്റോപ്പ് ലോസ് റെഡിൽ മാർക്ക് ചെയ്യാം. 520 സ്റ്റോപ്പ് ലോസ് വരുന്നത്. നമുക്ക് ടാർഗറ്റായിട്ട് ഏകദേശം ഒരു 570 നമുക്ക് ടാർഗറ്റ് എടുക്കാം. ഓക്കെ, 570 നമുക്ക് ടാർഗറ്റ് നോക്കാവുന്നതാണ്. ഫസ്റ്റ് ടാർഗറ്റാണ്. നമുക്ക് വീണ്ടും ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് ട്രൈ ചെയ്തിട്ട് മേലോട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് മേലോട്ട് കയറ്റി വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ നല്ല റിസ്ക് റിവാർഡ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഈ റേഞ്ച് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ആ റേഞ്ച് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ദിവസം. നാളെ ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ഓപ്പൺ ആവാമെന്ന് അറിയില്ല. കാരണം ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ താഴ്ന്ന് ഈ റേഞ്ച് നല്ലൊരു റാലിയാണ്. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു 28-30% റാലി നടന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ ഈ ബോട്ടത്തുനിന്ന്. അപ്പോൾ ചിലപ്പോൾ മിക്കവാറും ചിലപ്പോൾ സമയങ്ങളിൽ ഈ റേഞ്ചിൽ നിന്ന് വീണ്ടും ചെറിയൊരു കൺസോൾട്ടേഷൻ നടന്നിട്ട് ഒരു ബ്രേക്ക് ഔട്ടിട്ടാണ് നമുക്ക് കുറച്ചുകൂടി നല്ലൊരു കൺഫർമേഷൻ ആണ്. അതല്ല ഇവിടെ നിന്ന് തന്നെ മേലോട്ട് പോകുകയാണെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയാൽ തന്നെ ആണെങ്കിൽ എക്സിറ്റ് ചെയ്യാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു സ്റ്റോക്ക്. രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് നോക്കാം. നമ്മൾ പൊതുവെ ഒരു സ്റ്റോക്കിലാണ് പറയാറ്. ഇന്ന് 2 സ്റ്റോക്കുകളുടെ കണ്ണിൽ കണ്ട കാരണം കൊണ്ട് പറഞ്ഞാണ്. കാരണം ഇന്ന് മാർക്കറ്റ് വീക്കാണെങ്കിൽ ഒരുപാട് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലൊക്കെ ഒരു മൂവ്മെൻറ്റും കണ്ടുണ്ടായിരുന്നു. ഒരുപാടില്ല, പക്ഷേ കുറച്ച് സ്റ്റോക്കുകളിലൊക്കെ. അടുത്തൊരു സ്റ്റോക്ക് തോമസ് കോട്ട് എന്ന് പറഞ്ഞ സ്റ്റോക്ക്. തോമസ് കോട്ട് ഇന്ത്യ ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്കാണെങ്കിൽ എന്തൊരു 3% ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്ക് കുറച്ച് UCLC ഒക്കെ അടിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഇപ്പോഴാണ് വോളിയൊക്കെ ബിൽഡായി വരുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റോക്കിൻ്റെ നമുക്കൊരു വീക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് നല്ലൊരു ചാർട്ടാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലേക്ക് നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 415 എബോ നമുക്ക് ഇതിലേക്ക് എൻട്രി എടുക്കാം. ഞാൻ അതിൻ്റെ ഒരു ഡെയിലി ചാർട്ട് എടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഒരു 415 എബോ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കുറച്ച് വലിയൊരു സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട് തോന്നുന്നു. സ്റ്റോപ്പ് ലോസ് ഞാൻ റെഡിലൊന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ എൻട്രി പോയിന്റ് ഞാനൊരു ബ്ലാക്കിൽ മാർക്ക് ചെയ്യാം. ടാർഗറ്റ് നമുക്ക് ഏകദേശം ഒരു 450 നമുക്ക് ടാർഗറ്റ് എടുക്കാം. ടാർഗറ്റ് ഞാനൊരു ഗ്രീനിൽ മാർക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. ഏകദേശം 415 എൻട്രി, 450 ടാർഗറ്റ് വരുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് 393. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഏകദേശം എത്ര പെർസെൻറ്റേജ് വരുന്നുണ്ട് നോക്കാം. നമ്മൾക്ക് ഇവിടെ നിന്നാണ് എൻട്രി പറഞ്ഞത്. ഇല്ല, വലിയൊരു സ്റ്റോപ്പ് ലോസ് ഒരു 5% അടുത്തൊരു സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. പക്ഷെ നമുക്ക് ടാർഗറ്റ് അതിനനുസരിച്ചിട്ട് നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 8% മുകളിൽ നമുക്ക് ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് റിസ്ക് റിവാർഡും കുറച്ച് നല്ലതാണ്. അപ്പോൾ ഈ രീതിയിൽ എൻട്രികൾ എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നല്ല റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മളിപ്പോൾ ഒരു 10 സ്റ്റോക്ക് എടുത്താലും അതിൽ 4 നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്താലും നമ്മൾ ഓവറോൾ പ്രോഫിറ്റിലായിരിക്കും. 6 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും. അപ്പോൾ അത് നമ്മൾ നല്ല റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. ചില ആളുകൾ 1:1 റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ നിങ്ങൾ 5 സ്റ്റോക്ക് എടുത്തു, 5 സ്റ്റോക്ക് ലോസ് അടിച്ചാൽ നിങ്ങൾ നെറ്റ് ടു നെറ്റ് 0 ആയിരിക്കും. നിങ്ങൾക്ക് മൈനസ് ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ട്. കാരണം നമ്മുടെ ചാർജസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മൈനസ് ആയിരിക്കും. അപ്പോൾ മിനിമം നമ്മൾ നല്ല റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, ഏതൊരു സിസ്റ്റം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റോക്കുകളാണ് നമ്മൾ നാളത്തേക്ക് പറയുന്ന 2 സ്റ്റോക്കുകൾ. കാരണം നാളെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇനി അടുത്ത ആഴ്ചയാണ് നമുക്ക് മാർക്കറ്റ് ഉള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. കാരണം നമ്മളിങ്ങനെ പറഞ്ഞ സ്റ്റോക്കുകളിൽ നിങ്ങൾക്ക് ഒരു അപ്ഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്ത് വെച്ചാൽ മതി. കാരണം നമ്മൾ വീഡിയോ കണ്ടിട്ട് അങ്ങനെ പോകുന്ന ആളുകൾക്ക് നമുക്ക് വലിയ യൂസ് ഇല്ല. നമ്മൾ ഈ സിം ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കാണ് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു ഭാഗമാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, പബ്ലിക് ഗ്രൂപ്പാണ്. അതിലേക്ക് ജോയിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ട് ഉണ്ടാവില്ല. നമുക്ക് ഒരു പ്രൈവറ്റ് ഗ്രൂപ്പും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമയമുള്ള സമയത്തൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഈ പറയുന്ന വീഡിയോസൊക്കെ ഞാൻ ഈ പറയുന്ന വീഡിയോസിൽ നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോകൾ പറയുന്ന സ്റ്റോക്കുകൾ അതിലെന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അധികം നീട്ടുന്നില്ല. ഇനി നമുക്ക് നാളെ ഉണ്ടാവില്ല. നാളെ ശനിയാഴ്ച നമുക്ക് വേറെ ഏതെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. താങ്ക്